എന്റെ പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും ക്രിസ്തുവിൽ, ഈ ഹോമിലി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. കാർമൽ ക്ലോയിസ്റ്ററിൽ നിന്ന്. സഹോദരിയുടെ ശബ്ദം അല്പം വിറച്ചിരുന്നു. ഫാദർ, ചാപ്പലിൽ ഒരു മോഷണം സംഭവിച്ചു. ഒരു സ്ത്രീ പ്രാർത്ഥിക്കാൻ വന്നു. ബാഗ് പ്യൂവിൽ വെച്ചു. പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റപ്പോൾ അത് കാണാനില്ല. അതത്ര വേദനാജനകമാണ്. ഞാൻ ഉടനെ അവിടെ പോയി. CCTV ദൃശ്യങ്ങൾ മണിക്കൂറുകളോളം പരിശോധിച്ചു. ഓരോ ഫ്രെയിമും. ഒരു മനുഷ്യൻ ശാന്തമായി ബാഗെടുത്തു, ചുറ്റും നോക്കി, പിന്നെ പുറത്തേക്ക് നടന്നു. ഒരു നിമിഷം പോലും മടിച്ചില്ല. ദൈവത്തിന്റെ ഭവനത്തിൽ, പ്രാർത്ഥനയുടെ ഇടത്ത് ഇത് സംഭവിച്ചു. വിശ്വാസം ഇങ്ങനെ എളുപ്പത്തിൽ തകർന്നുപോകുമോ? അവൾ, നമുക്കവളെ മറിയ എന്ന് വിളിക്കാം, മണിക്കൂറുകൾ മുട്ടുകുടിച്ച് പ്രാർത്ഥിച്ചു. അസുഖമുള്ള ഭർത്താവിനായി, വഴിതെറ്റിയ മകനായി, തന്റെ ഭയങ്ങളെല്ലാം ദൈവത്തിനു മുന്നിൽ ഒഴുക്കി. അവൾ വിശ്വാസം വെച്ചു, ദൈവത്തിലും സമൂഹത്തിലും. ഒരു നിമിഷത്തിൽ അത് തകർന്നു. പണം മാത്രം നഷ്ടമായില്ല, പ്രാർത്ഥനയുടെ സുരക്ഷ തന്നെ നഷ്ടമായി. ഫാദർ, ഇനി ഞാനിവിടെ എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മുടെ ജീവിതത്തിലും ഇതിന്റെ പ്രതിധ്വനിയുണ്ടല്ലോ. അതെ, ഒരു സാധാരണ കാര്യം നോക്കൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊൽക്കത്തയിലെ സിഗ്നൽ ലൈറ്റുകൾ. ചുവപ്പ് മിന്നുമ്പോൾ പലരും വാഹനമെടുത്ത് മുന്നോട്ടു പോകാൻ ശ്രമിക്കും. നാം ചിന്തിക്കും, കടക്കാം, അവർ നിൽക്കും, വഴി ശുദ്ധമാണ്. പക്ഷെ ഒരുപാട് അപകടങ്ങൾ അതിൽ നിന്നാണ് വരുന്നത്. ശരിയാണ്. ഒരു നിമിഷം, ഒരു തെറ്റായ ധാരണ. അപ്പോൾ എന്ത്? കോപം, അപകടം, വേദന. ഈ രണ്ട് സംഭവങ്ങൾ, ചാപ്പലിലെ മോഷണം, ട്രാഫിക് സിഗ്നൽ, ഒരേ കഥയാണ്. വിശ്വാസത്തിന്റെ തകർച്ച, ചിന്തിക്കാത്ത തീരുമാനങ്ങളുടെ അപകടം. ഇന്നത്തെ സുവിശേഷം എന്താണ് നമ്മോട് പറയുന്നത്? യോഹന്നാൻ 8:21 മുതൽ 30 വരെയിൽ യേശു പറയുന്നു, ഞാൻ പോകുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അതായത് പ്രശ്നം നമ്മുടെ പാപങ്ങൾ മാത്രമല്ലേ? അതിലേറെ ആഴത്തിലുള്ളതാണ്. അവിശ്വാസം, ദൈവത്തിൽ വിശ്വസിക്കാതെ ജീവിക്കുന്നത്, സ്വന്തം വഴിയിൽ നടക്കുന്നത്. മോഷ്ടാവ്, അവൻ മറ്റൊരാളിൽ നിന്ന് മാത്രം കവർന്നില്ല, സ്വന്തം ആത്മാവിനെയും നഷ്ടപ്പെടുത്തി. നാം ദൈവമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളും നഷ്ടപ്പെടുന്നു. പക്ഷെ പ്രത്യാശയുണ്ടോ? ഉണ്ട്. യേശു പറയുന്നു, മനുഷ്യപുത്രനെ ഉയർത്തുമ്പോൾ നിങ്ങളറിയും, ഞാൻ ആണ്. ക്രൂശിൽ എല്ലാം മാറുന്നു. അവിടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, മുറിവുകൾ സുഖപ്പെടുന്നു. അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം? 3 കാര്യങ്ങൾ. കൃപ, ക്ഷമിക്കാൻ പഠിക്കുക. കരുണ, മറ്റുള്ളവരെ മനസ്സിലാക്കുക. വിശ്വാസം, യേശുവിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് ധൈര്യമുണ്ടോ? വിശ്വസിക്കാം, പുതുക്കാം, ദൈവത്തിലേക്ക് തിരിയാം. യേശു ഇന്നും പറയുന്നു, ഞാൻ വഴി തുറന്നിട്ടുണ്ട്, നിങ്ങൾക്കും വരാം. നമുക്ക് ആ വഴി തിരഞ്ഞെടുക്കാം. കരുണയുടെ മാതാവായ മറിയമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ശാന്തിയോടെ പോകുക. ഈ സമൂഹത്തിൽ വിശ്വാസം വീണ്ടും പിറക്കട്ടെ. ഒരു കൃപയുടെ പ്രവൃത്തി, ഒരു കരുണയുടെ നോട്ടം, ഒരു വിശ്വാസത്തിന്റെ പടി. Thank you for watching.